ആ കാൽവറി ക്രൂശിൽ അവൻ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ടാണ് അവൻ മരിച്ചത്. ഞാൻ മരിക്കേണ്ടതിന് പകരം ക്രിസ്തു മരിച്ചു, അച്ഛൻ മരിക്കേണ്ടതിന് പകരം ക്രിസ്തു മരിച്ചു, അമ്മച്ചി മരിക്കേണ്ടതിന് പകരം ക്രിസ്തു മരിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊരു സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചു തന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് പാപി എന്ന് പറയുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ലെന്ന്. ഇന്ന് നിങ്ങൾ പാപിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ നിങ്ങൾ ഇന്നേവരെ നിഷേധിച്ച് കളയുകയാണ്. അതുകൊണ്ട് ഇനി വേണ്ട പ്രിയപ്പെട്ട, നമുക്ക് അവനെ അംഗീകരിക്കാം. മതഭക്തിയും പാരമ്പര്യവും വിട്ട്, കർത്താവേ ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, എന്റെ അപ്പനും പാപിയായിരുന്നു, വല്യപ്പനും പാപിയായിരുന്നു, മുതുമുത്തച്ഛനും പാപിയായിരുന്നു, പള്ളി ചെന്ന പുരോഹിതന്മാരും പാപിയാണെങ്കിൽ എന്റെ കർത്താവെ നീ എന്തിനാണ് ഈ കഷ്ടം സഹിച്ചത്? ഇത്രമാത്രം കഷ്ടം സഹിച്ച് നീ എനിക്ക് പകരക്കാരനായിട്ട് മരിച്ചിട്ടും ഇപ്പോഴും ഞാൻ പാപത്തിൽ തുടരുന്നുവെങ്കിൽ, പാപിയായിട്ട് തുടരുന്നുവെങ്കിൽ, ഇന്നവരെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ലല്ലോ. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കാം, എനിക്ക് ഈ ജീവിതം വേണ്ട. പിതാക്കന്മാരുടെ കാലം മുതലുള്ള പാപികളും ദോഷികളും എന്നുള്ള പദവി എനിക്ക് വേണ്ട. എനിക്ക് ദൈവത്തിന്റെ മക്കളും വിശുദ്ധനുമായിട്ട് തീരണം. എനിക്ക് സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ പിതൃപാരമ്പര്യങ്ങളെയും മതഭക്തികളെയും പാരമ്പര്യം തള്ളിക്കളയാണ്. ഞാൻ മരിച്ചു പോകുന്ന മനുഷ്യരെ പിതാവെന്നും തിരുമേനിയെന്നും വിളിക്കത്തില്ല. ഈ നാമത്തിനെല്ലാം യോഗ്യൻ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിതെല്ലാം ഉപേക്ഷിച്ച് ഈ യേശുക്രിസ്തുവിനെ, എനിക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ച ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് ഞാൻ സമ്പൂർണ്ണമായിട്ടും അവന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെ ഞാൻ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്.